ഒരു വിഷയം ഉണ്ടാകുന്നു. ആ വിഷയത്തിൽ ആൾക്കാരുടെ പേര് ഹൈഡാക്കുന്നു. സൊസൈറ്റിയിലെ ആൾക്കാർക്ക് ആ ആൾക്കാർ ആരാന്ന് അറിയാനായിട്ടുള്ള കുന്തളിപ്പ് കൂടുന്നു. ആ ആൾക്കാരുടെ പേര് ചിലപ്പോൾ സൊസൈറ്റിയിൽ പറയേണ്ട ആവശ്യം വരില്ല, വേണ്ടപ്പെട്ടവരോട് പറയേണ്ട ആവശ്യം മതിയായിരിക്കും. പക്ഷേ സൊസൈറ്റിയിൽ ഹൈ സ്റ്റാൻഡേർഡിൽ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ, പൊളിറ്റീഷ്യൻസ്, പോലീസ്, അതേപോലെ നാടിൻ്റെ നന്മ, നാട്ടിലെ വലിയ 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 തെറ്റുകൾ, കുറ്റങ്ങൾ, സംഭവങ്ങൾ, കാര്യങ്ങളെല്ലാം വരുമ്പോൾ അവിടെ ആളുകളുടെ പേര് പറയാതിരിക്കുന്നത് കൊണ്ട് എന്താണ് ഒരു ഗുണം, അല്ലെങ്കിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഇവിടെ ഫ്ലാറ്റിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് നെക്സ്റ്റ് കൂടി വന്ന ഒരു 5 minutes വാക്കുള്ളൂ. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ആ കുഞ്ഞിനെ പ്രസവിച്ചത്, ഞാൻ ആദ്യം പെട്ടെന്ന് ഈ സാധനം കേട്ടപ്പോൾ ഗൈസ് ഞാൻ വിചാരിച്ചത് പോസ്റ്റ്മോർട്ടം ആയിരിക്കുന്നതാണ്. ഈ പോസ്റ്റ്മോർട്ടം അലം പിടിച്ച സാധനമാണ്. പല അമ്മമാർക്കും കയ്യിൽ നിന്ന് പോകുന്ന, അല്ലെങ്കിൽ മെൻ്റലി ഔട്ടാവുന്ന, പലർക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി അറിയത്തില്ല. ചിലവർക്ക് അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിത് കേട്ട് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിരിക്കും, എന്താണല്ലേ ഒരു വല്ലാത്തൊരവസ്ഥ എന്നുള്ള രീതിയിലേക്ക് ഞാൻ വിചാരിച്ചു. അത് ഞാൻ ന്യൂസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രസവിച്ചത് വെളുപ്പിനാണ്, രാത്രിയോ വെളുപ്പിനൊക്കെയാണ്. അത് കഴിഞ്ഞ് 3 മണിക്കൂറായിട്ടാണ് ഈ സംഭവം ചെയ്തത്. അപ്പോൾ ചാപിള്ളായിട്ടാണോ ജനിച്ചതെന്ന് അറിയത്തില്ല. പിന്നെ കേൾക്കുന്നു ജനിച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നിട്ടാണ് എറിഞ്ഞതെന്നൊക്കെ. എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എത്രയോ ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു, അമ്പലങ്ങൾ വഴിപാടുകൾ നടത്തുന്നു, പല കാര്യങ്ങളും ചെയ്ത് വെയിറ്റ് ചെയ്യുന്നു, സഹി കെട്ട് ഓർഫണിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ പോലീസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇടുന്നത്, ഒന്ന്, പാരൻസ് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 10 മാസം തികഞ്ഞിട്ടല്ലേ പ്രസവിക്കുക. അപ്പോൾ ഇപ്പോൾ പ്രിമച്ചർ ആണെങ്കിൽ 8 മാസം 9 മാസം കൂട്ടിക്കോ, എന്തായാലും ഒരു സ്ത്രീക്ക് വയറുണ്ടാവും. ഈ വയർ ഈ പാരൻസ് എന്ത് ചെയ്ത് കണ്ടില്ലേ? പിന്നെ ഈ പ്രസവം നടക്കുമ്പോഴും പാരൻസ് ഉണ്ട്. ഈ കുട്ടി ബാത്റൂമിൽ ഇട്ട് പ്രസവിച്ചു എന്നാണ് പറയുന്നത്. ഒരു പ്രസവ വേദന, അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ, അതിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ സ്ത്രീകളായ നമുക്ക് ചിന്തിച്ചൂടെ? ആ ഒരു പെയിനും ആ ഒരു എഫേർട്ടും കാര്യങ്ങളും ഇത് പാരൻസ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കേസ്, ഈ പെങ്കൊച്ച് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്തെല്ലാം ചെയ്യായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഇവിടം വരെ എത്തിച്ച് കോപ്രായം കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രിവെൻഷൻസ് എടുക്കായിരുന്നു. അതല്ലെങ്കിൽ അറിഞ്ഞപ്പം തന്നെ എന്തെങ്കിലും ചെയ്യായിരുന്നു. ഇപ്പം അതിനൊക്കെയുള്ള ഫെസിലിറ്റീസൊക്കെ ഒരുപാടുണ്ട്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, റേപ്പ് വിക്ടിം ആണോ എന്ന് സംശയം ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. വൈ ഇതൊക്കെ ഹൈഡ് ചെയ്യുന്ന എന്തിനാണ്? പോലീസുകാർ എന്താണ് അതിജീവിത, അങ്ങനെ എന്തോ, എന്താ അതിജീവിത? ഈ അതിജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സർവൈവർ എന്നോ അങ്ങനെ എന്തോ അല്ലേ? ജീവിതം അതിജീവിച്ച് ഇവരുടെയൊക്കെ പേര് പറയാത്ത എന്താ? ഈ പെങ്കൊച്ചിൻ്റെ പേര് പറയുന്നില്ല. അങ്ങനെ റേപ്പ് വിക്ടിം ആണെങ്കിൽ അത് പറയുന്നില്ല. റേപ്പ് വിക്ടിമിൻ്റെ കാര്യം അത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് മാറ്റുന്നു. റേപ്പ് വിക്ടിം തേങ്ങ മാങ്ങ ഞാൻ പറയുന്നില്ല, അതിനെ പറ്റി അന്വേഷിച്ചിട്ട് വേണം എന്ന് പറയുന്നു. ഈ കുട്ടിയുടെ പേര് പറയുന്നത് ഇത്രയും നീചമായൊരു കാര്യം ചെയ്തിട്ട് പാരൻസിന് അറിയില്ല എന്ന് പറയുന്നു. ഈ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന്, പ്രസവിച്ച കാര്യം, അത് ചാപിള്ളായിട്ടോ ജനിച്ചതെന്ന് അതറിയാൻ പാടില്ല. എന്തായാലും വജീനയുടെ ഉള്ളിൽ നിന്ന് ഈ സാധനം വരണ്ടേ, ഈ കൊച്ചു വരണ്ടേ? ആ സമയത്തുള്ള പെയിനും കാര്യങ്ങളും എല്ലാം അത് ബാത്റൂമിൽ ഇരുന്ന് ഇത് ചെയ്ത്, അത് ചാപിള്ളയാണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കളഞ്ഞ് ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കൂടെ എറിഞ്ഞ് ഇവളെ വരഞ്ഞ് മൂലക്കിടണ്ടേ? അതല്ലേ വേണ്ടത്? സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്കില്ലേ മക്കൾ? നിങ്ങൾ ഈ സ്ത്രീകളെന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ഫാമിലി മനുഷ്യന്മാരായ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്രത്തോളം വൃത്തികെട്ട നീചമായ സ്പോട്ടിൽ ഇങ്ങനെ വരഞ്ഞ് മൂലക്കിടേണ്ട പരിപാടിയല്ല പെങ്കൊച്ച് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ. അതിൻ്റെ ഒരു അവസ്ഥ. പാരൻസിനെയും പറ്റിച്ച് ഈ പരിപാടി കാണിച്ച് എനിക്കതിൽ വിശ്വാസമില്ല പാരൻസിനെ പറ്റി. എന്നിട്ട് കുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല, അതിജീവിതം. ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവളെയൊക്കെ എന്തിനാ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? പ്രതി കുറ്റം സമ്മതിച്ചു, പ്രതിക്ക് പേരുമില്ല, ഊരുമില്ല, നാളുമില്ല, ഒരു മാറ്റതുമില്ല. അപ്പോൾ ഇത്രയും പെയിൻ, കുഞ്ഞാണെങ്കിലും അതിന് അതിൻ്റെതായ പെയിനും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ആ ഒരു പെയിനും ആ ഒരു ഇത്രയും വൃത്തികെട്ട ചെയ്ത സംഭവത്തിനേക്കാളും വലുതാണ് ഈ പെങ്കൊച്ചിൻ്റെ, ഈ ഇത്രയും വൃത്തിയോട് കാണിച്ച ഈ പെങ്കൊച്ചിൻ്റെ പേര് സേവ് ആക്കാന്നുള്ളത്. പേര് പറയുന്നില്ല. സംഭവം നടന്നിട്ട് 2-3 ദിവസമായില്ലേ? ഇപ്പം ആരെങ്കിലും അതിനെ പറ്റിയിട്ട് കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ന്യൂസ് വരുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയും. അപ്പോൾ നിങ്ങൾ സെക്സ് നടത്തിയോ, പ്രേമിക്കുകയോ, കാമുകൻ്റെ കൂടെ പോവുകയോ, എന്ത് തേങ്ങ വേണമെങ്കിലും കാണിച്ചോ,
പക്ഷേ ഈ ജനിപ്പിച്ച് വീണ ഈ കൊച്ച് അല്ലെങ്കിൽ പ്രഗ്നൻസി അതിൻ്റെതായ പ്രിവെൻഷൻസ് കാര്യങ്ങൾ എടുക്കുക. ഇനിയിപ്പോൾ കുഞ്ഞിനെ നിങ്ങൾക്ക് വേണ്ട, പലതും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, കല്യാണം കഴിച്ച് കൊച്ചായിട്ട് കാമുകൻ്റെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ കൊച്ചിനെ ഞെരിച്ചു ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇഷ്ടം പോലെ അമ്മത്തൊട്ടിലുകളുണ്ട് ഇവിടെ, അവിടെ കൊണ്ട് കൊടുത്തോ. അതല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ പണയം വെച്ച് പ്രാർത്ഥിക്കുകയും ട്രീറ്റ്മെൻറ്റ് കടം വാങ്ങിച്ച് വീട് പണയം വെച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് വെയിറ്റ് അവർക്ക് കൊടുക്ക്. നിങ്ങളെന്തിനീ കൊല്ലാൻ നിൽക്കുന്നേ? ഒരു മനുഷ്യനെ, ഒരു കുഞ്ഞിനെ കൊല്ലാൻ, ഒരു ജീവൻ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്താ റൈറ്റ് ഇല്ലേ? നിങ്ങൾക്ക് സൂക്കേട് മൂത്ത് നിങ്ങൾ ഓരോന്നും ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തോ 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 നിങ്ങൾക്കിതൊന്നും അറിയാൻ പാടില്ലേ? പീരീഡ്സ് ടൈമിൽ തൊട്ടാട്ടാണെങ്കിലും ഈ പ്രഗ്നൻസി കാര്യങ്ങൾ എങ്ങനെ, ഇതൊന്നും അറിയാൻ പാടില്ല. ഇതൊന്നും അറിയാതെയാണ് നിങ്ങൾ ജനിക്കുകയും വളരെയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സ്കൂളിൽ ബയോളജി ക്ലാസ്സിൽ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ, ഡെയിലി ലൈഫിൽ നമ്മൾ മുന്നോട്ട് കയറി വരുമ്പോൾ എങ്ങനെ പ്രഗ്നൻ്റ് ആവുന്നു, എന്താ ഏതാ ഒന്നും അറിയാതെയാണ് നിൽക്കുന്നത്. കുഞ്ഞിനെ വേണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്ക്, കൊല്ലാൻ നിൽക്കല്ലേ, നശിപ്പിക്കാൻ നിൽക്കല്ലേ. അതല്ലെങ്കിൽ അതിൻ്റെ പ്രിവെൻഷൻസും കാര്യങ്ങളും എടുക്കുക. നിങ്ങൾ എന്ത് കുന്തളിപ്പാണെങ്കിൽ കാണിച്ചോ. ആ ഭൂമിയിലോട്ട് ആ കൊച്ച് അവിടെ ഇരുന്നിട്ട് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടൊന്നുമല്ലല്ലോ നിങ്ങൾ വജ്ജിനെ കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് വിടുന്നത്. നിങ്ങളുടെ കുന്തളിപ്പ് കാരണമല്ലേ. അപ്പോൾ എനിക്ക് കുഞ്ഞ് വേണ്ട, എനിക്ക് ആ പ്രോസസ്സ് എൻജോയ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ആ വഴിക്ക് നിൽക്ക്. ഇമാതിരി വൃത്തികേട് കാണിക്കാൻ നിൽക്കല്ലേ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഇത് കാണിച്ചിട്ട് അവരുടെ പേര് പുറത്ത് പറയാതെ അതിജീവിത മറ്റത് മറിച്ചെന്നൊക്കെ. എന്താ അതിജീവിത? അത്ര നാട്ടിലുള്ള കൊച്ചായിരുന്നെങ്കിൽ ഈ കൊച്ചിനെ ജനിപ്പിച്ച് വളർത്തണമായിരുന്നു. ആ പണിക്ക് നിന്നില്ലല്ലോ. പാരൻസ് അറിഞ്ഞില്ലെന്ന്. പാരൻസ് എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനല്ലേ. സ്വന്തം അമ്മയ്ക്ക് മോളിൽ വരുന്ന ഇപ്പോൾ വയറ് കുറവാന്ന് വെച്ചോ, വയറ് എന്തെങ്കിലും വെച്ച് വലിച്ച് കെട്ടിയെന്ന് വെച്ചോ, ആ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസും കാര്യങ്ങളൊന്നും ആ സ്ത്രീക്ക് മനസ്സിലായില്ലേ? എനിക്ക് ഒരു രീതിയിലും കണക്റ്റ് ആയില്ലേ സംഭവങ്ങൾ. ഇപ്പോൾ 2 ദിവസമായിട്ട് ന്യൂസ് കേൾക്കണുള്ളൂ. ഇവിടെ തൊട്ടടുത്ത് നടന്ന സംഭവമാണ്. അപ്പം സൊസൈറ്റിയോടാണ് പറയാനുള്ളത്, യു എൻജോയ് ദ പ്രോസസ് ഗൈസ്. പിള്ളേരെ ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഉണ്ടാക്കണ്ട. കുഞ്ഞിക്കാല് കാണില്ലല്ലോ, കുഞ്ഞിക്കാല് കാണില്ലല്ലോ അങ്ങനെ കുറേ ആൾക്കാർ കുടുംബക്കാരൊക്കെ നിങ്ങളോട് വന്ന് പറയും. നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കണ്ട. ആ കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് കളിക്കല്ലേ, ഇങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കല്ലേ. അതേപോലെ കേരള പോലീസ് ഇസ് എ റിക്വസ്റ്റ്. എനിക്കറിയത്തില്ല നിങ്ങൾ എന്താണ് ഈ പേര് ഹൈഡാക്കുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞു, എന്നിട്ടും ഇവരെയൊക്കെ സേവാക്കി പേര് പുറത്തോട്ട് വിടാതെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പേര് പുറത്തേക്ക് വിട്ടാൽ തന്നെ എന്താണ് വിഷയം? എന്തിനാണ് അവിടെ അങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്? ആ കുഞ്ഞു ജീവനോടുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു നീതി അതെങ്കിലും കാണിച്ചിട്ട് പേര് പറയാതെയും ഒക്കെ ചെയ്യുന്നതിനോട് എനിക്ക് എന്തോ ഇതൊന്നും ഡൈജസ്റ്റ് ആവുന്നില്ല ഗൈസ്, ലിറ്ററലി.